ഹലോ വ്യൂവേഴ്സ്, G4 ഗിറ്റാറിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളേവരും സ്വാഗതം ചെയ്യുന്നു. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സ്കെയിൽ ഡി മേജർ എന്ന കോഡാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുക സ്കെയിൽ ഡി മേജർ കോഡിൻ്റെ ഫസ്റ്റ് റേഞ്ചാണ് നമ്മൾ പഠിക്കുക. അത് പഠിക്കുന്നതിന് മുൻപേ തന്നെയായി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറയുവാൻ വിട്ടുപോയ ഒരു ഭാഗം ഫസ്റ്റ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ കോഡ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു. സ്കെയിൽ ഡി മേജർ, ഡി, ജി, A7, ഡി. അതിൽ ഞാൻ നിങ്ങളോട് A7ൻ്റെ നോട്ടുകൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇ, എ, സി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ജി എന്നുള്ളത്. ഇതായിരുന്നു A7 കോഡ്. അതിൻ്റെ നോട്ടുകൾ ഇതായിരുന്നു: ഇ, എ, സി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ജി എന്നുള്ളത്. നമ്മൾ A7 നോട്ട് പഠിച്ചപ്പോൾ എഫ് ഷാർപ്പ് എന്നുള്ള നോട്ട്, അതായത് ഈ നോട്ട് സൈലൻ്റ് ആയിരിക്കും. കാരണം എഫ് ഷാർപ്പും ജിയും നമ്മൾ വായിക്കുന്നുണ്ട്, എഫ് ഷാർപ്പും ജിയും. അപ്പം ജി ആണ് പുറത്തേക്ക് നമുക്ക് കേൾക്കുക. അപ്പോൾ എഫ് ഷാർപ്പ് എന്നുള്ള നോട്ട് സൈലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹിഡൺ ആയിരിക്കും. കണ്ടോ? ഞാൻ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. ജീൻ്റെ ശബ്ദമാണ് ഈ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കേൾക്കുന്നത്. എഫ് ഷാർപ്പ് നിങ്ങൾ കേൾക്കത്തില്ല. എ, സി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ജി ആയിരുന്നു നോട്ട്. അതിൽ എഫ് ഷാർപ്പ് സൈലൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. കാരണം നിങ്ങൾ കീബോർഡിൽ A7 വായിക്കുമ്പോൾ എഫ് ഷാർപ്പ് എന്ന നോട്ട് വായിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ A7 മറ്റൊരു രീതിയിലും കൂടെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ A7 വെക്കാം. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 1, 2, 3 വിരലുകൾ നിങ്ങൾ സെക്കൻഡ് ഫ്രെറ്റിൽ വെക്കുകയും ജി ചെറുവിരൽ കൊണ്ട് ജിയിൽ വെക്കുകയും ചെയ്താൽ മതി. ഇതും A7 ആണ്. പക്ഷേ ഇങ്ങനെ വെക്കുന്നത് ആരും അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല, ഞാനും അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. എങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തത് കൊണ്ടായിരുന്നു ഇന്ന് തന്നെ ഈ വീഡിയോൻ്റെ കൂടെ ഇത് പറയുന്നത്. അപ്പോൾ A7 വെക്കുമ്പോൾ എഫ് ഷാർപ്പ് നോട്ട് ഗിറ്റാറിൽ ടച്ച് ചെയ്യുമെങ്കിലും അത് ശരിക്ക് നമ്മൾ ടോണായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക സ്കെയിൽ ഡി മേജറിൻ്റെ ഫസ്റ്റ് റേഞ്ചാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും സ്കെയിൽ ഡി മേജറിൻ്റെ കോഡ് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതിപ്രകാരമായിരുന്നു ഡി, ജി, A7, ഡി. ഇന്ന് നമ്മൾ അതിൻ്റെ റേഞ്ച് പഠിക്കുകയാണ്. ഫസ്റ്റ് റേഞ്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഇപ്പോൾ ഞാൻ വായിച്ചത് സരിഗമ പദനിസയോട് സാമ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ വായിച്ചത് ഡി സ്കെയിലിൽ സരിഗമ പദനിസയാണ്. ഒന്നും കൂടെ കേൾക്കാം നിങ്ങൾക്ക്. നമ്മൾ സ്കെയിൽ സി മേജറിൽ പഠിച്ചപ്പോഴും സരിഗമ പദനിസ പഠിച്ചിട്ടുണ്ട്. അത് സി മേജറിൽ ഉള്ള സരിഗമ പദനിസയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡി മേജറിലും കൂടെ നമുക്ക് സരിഗമ പദനിസ വായിക്കാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ വായിച്ചത്. നമുക്ക് എല്ലാ സ്കെയിലും സരിഗമ പദനിസ വായിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തേൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് 2 പുതിയ നോട്ടുകൾ പഠിക്കും. അതിൽ ഒന്ന് സി ഷാർപ്പും ഒന്ന് എഫ് ഷാർപ്പും ആണ്. 2 പുതിയ നോട്ടുകൾ നമ്മളിന്ന് പഠിക്കും. അത് ഒന്ന് സി ഷാർപ്പും ഒന്ന് എഫ് ഷാർപ്പുമാണ്.
അപ്പം ഈ നോട്ടുകൾ എവിടേക്കാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ഫസ്റ്റ് റേഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് സ്കെയിൽ ഡി മേജറിൻ്റെ ഫസ്റ്റ് റേഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഡി ഓപ്പൺ ആണ്. ഡി ഓപ്പൺ സ്ട്രിങ് നമ്മൾ പഠിച്ചതാണ്. ഇല്ലെങ്കിൽ ഓപ്പൺ സ്ട്രിങ്സിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കാണും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, നിങ്ങളത് കാണുക. അതേപോലെ തന്നെ സർക്കിൾ മെത്തേഡിലൂടെ സ്കെയിൽ, ഫ്രെറ്റ് ബോർഡ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ കാണുക. കോഡ്സ് എങ്ങനെ ഫോം ചെയ്യാമെന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക. സ്കെയിൽ സി മേജർ കോഡ് എങ്ങനെ ഫോം ചെയ്യാമെന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക. അതേപോലെ തന്നെ ലാസ്റ്റ് വീഡിയോ സ്കെയിൽ ഡി മേജറിൻ്റെ കോഡ്സ് പഠിക്കാമെന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക. ഈ വീഡിയോ കണ്ടാൽ ഇന്നത്തെ ക്ലാസ് വളരെ എളുപ്പമായിരിക്കും പഠിക്കാൻ. നോക്കാം നമുക്ക്. സ്കെയിൽ ഡി മേജറിൻ്റെ ഫസ്റ്റ് റേഞ്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് നോട്ട് ഡി ആണ്. അത് ഓപ്പൺ സ്ട്രിങ്ങിലാണ് നമ്മൾ വായിക്കേണ്ടത്. ഡി ഓപ്പൺ സ്ട്രിങ്ങിൽ ഡി വായിക്കുക. പിന്നെ സെക്കൻഡ് നോട്ട് വരുന്നത് ഇ ആണ്. അത് ഡി സ്ട്രിങ്ങിൽ തന്നെ സെക്കൻഡ് ഫ്രെറ്റിൽ നമ്മൾ വായിക്കുക. ഇ അത് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. ഇനി ഡി, ഇ, എഫ് ഷാർപ്പാണ്. എഫ് ഷാർപ്പ് വരുന്നത് ഡിയിൽ തന്നെ ഫോർത്ത് ഫ്രെറ്റിലാണ്. സ്മോൾ ഫിംഗറാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം ഡി, ഇ, എഫ് ഷാർപ്പ്. പിന്നെ നമുക്ക് അടുത്ത നോട്ട് ജി ആണ്. ജി ഓപ്പൺ നമ്മൾ പഠിച്ചതാണ്. ജി ഓപ്പൺ. പിന്നെ അടുത്ത നോട്ട് എ ആണ്. എയും നമ്മൾ പഠിച്ചതാണ്. ജിയിൽ തന്നെ സെക്കൻഡ് ഫ്രെറ്റിലാണ് നമ്മൾ ഫിംഗർ വെക്കേണ്ടത്. അത് എ ആണ്. ഇനി ബി ഓപ്പൺ ആണ് നമ്മൾ വായിക്കേണ്ടത്. ബി ഓപ്പൺ. പിന്നെ സി ഷാർപ്പാണ്. സി ഇതാണ്, പക്ഷേ സി ഷാർപ്പ് ഇതാണ്. സെക്കൻഡ് ഫ്രെറ്റിൽ സെക്കൻഡ് ഫിംഗറിൽ ബിയിലാണ് വായിക്കേണ്ടത്. സി ഷാർപ്പ്. തൊട്ടടുത്ത് തന്നെ ഡി. ഡി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സരിഗമ പദനിസ പഠിച്ചപ്പോൾ ബിയിൻ്റെ തേർഡ് ഫ്രെറ്റിൽ തേർഡ് ഫിംഗർ വെച്ചിട്ട് ഡി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വായിച്ച് നോക്കാം. ഡി, ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി, സി ഷാർപ്പ്, ഡി. ഡി, സി ഷാർപ്പ്, ബി, എ, ജി, എഫ് ഷാർപ്പ്, ഇ, ഡി. നോർമലി നമ്മൾ വായിക്കുമ്പോൾ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾ വളരെ സ്പീഡ് കുറച്ചിട്ട് വായിച്ച് പഠിക്കുക. ഒന്നും കൂടെ നമുക്ക് വായിക്കാം. ഡി, ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി, സി ഷാർപ്പ്, ഡി, ഡി, സി ഷാർപ്പ്, ബി, എ, ജി, എഫ് ഷാർപ്പ്, ഇ, ഡി. അപ്പോൾ സ്കെയിൽ ഡി മേജറിൻ്റെ ഫസ്റ്റ് റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. വളരെ സ്ലോലി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി വരിക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾ എന്നുള്ള ഒരു വേർഡ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ വാല്യുബിൾ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക, സജഷൻസ് അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനോട് ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറയുക. നിങ്ങളിതുവരെ വീഡിയോ കണ്ടതിനായി താങ്ക് യു.